Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. മുഖ്യമന്ത്രി ഭരണനേട്ടമില്ലാത്തതിനാൽ വർഗീയത പറയുന്നതെന്ന് രമേശ് ചെന്നിത്തല. നിലമ്പൂർ UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. 9 വർഷത്തെ ഭരണനേട്ടങ്ങളൊന്നും പറയാനില്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പച്ചയായ വർഗീയത പറയുകയാണ്. ഇത് ആപത്കരമാണ്. UDFന്റെ വിജയം ഉറപ്പാണ്. ഇതിന്റെ പ്രതിഫലനമാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണ യോഗങ്ങളിൽ കണ്ട വലിയ ജനക്കൂട്ടമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം ജനങ്ങൾ ദുരിതത്തിലാണ്. ഇതിന് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി പ്രചരണ രംഗത്ത് വന്നാൽ അദ്ദേഹം സർക്കാരിന്റെ നേട്ടങ്ങളെപ്പറ്റി വേണം പറയുവാൻ. സർക്കാർ കൈവരിച്ച നേട്ടങ്ങളെപ്പറ്റി പറയാൻ നിലമ്പൂരിലെ യോഗങ്ങളിലൊന്നും എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറായില്ല? ഭരണ നേട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി അത് പറയുമായിരുന്നല്ലോ. അപ്പോൾ ഭരണപരാജയം മൂടിവെക്കാൻ വേണ്ടി വർഗീയമായ പ്രചരണമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അത് വളരെ ദൗർഭാഗ്യകരമായി പോയി. തെരഞ്ഞെടുപ്പ് വരും പോകും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തുകയും പ്രസ്താവനകൾ ചെയ്യുകയും ചെയ്യുന്നത് ആപൽക്കരമായ ഒരു പ്രവണതയാണ്. അദ്ദേഹത്തിന് ഭരണ നേട്ടങ്ങളെ പറ്റി പറഞ്ഞ് ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട്, ചെയ്യാമായിരുന്നു. അപ്പോഴത് ചെയ്യാതെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയത് കൊണ്ടൊന്നും വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാനോ മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ സംസ്ഥാനത്തേക്കുള്ള വരവ് തടയാനോ സർക്കാരിന് കഴിയുന്നില്ല. ജമാഅത്ത് ഇസ്ലാമി കേന്ദ്രതലത്തിൽ BJPയെ എതിർക്കുന്ന പാർട്ടിയാണ്. അതിനാൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്ര പാർട്ടിയാണെന്നത് MV ഗോവിന്ദന്റെ നിലപാടാണ്. ഈ അഭിപ്രായം UDFനില്ല. PDP മർദ്ദിതരുടെ പാർട്ടിയെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമി അവരുടെ പഴയ നിലപാടുകൾ മാറ്റിയതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവരുടെ നിലപാടുകൾ വിശദീകരിക്കേണ്ടത് താനല്ലെന്നായിരുന്നു മറുപടി. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചതിൽ UDFൽ അഭിപ്രായ ഭിന്നതയില്ല. PV അൻവറിന്റെ റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായല്ലോ എന്ന ചോദ്യത്തിന് നിലമ്പൂരിൽ UDFും LDFും തമ്മിലാണ് മത്സരമെന്നായിരുന്നു മറുപടി. പന്തളം സുധാകരൻ, ജയതിലക് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.